Hello dears, ടീച്ചർ ഇവിടെ വന്നിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. അതിൽ 10th ചാപ്റ്റർ ആയ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? എന്നാണ് റിപ്പബ്ലിക് ഡേ എന്ന് പഠിച്ചു അല്ലെ? എന്നാണ് ജനുവരി 26-നാണ് അല്ലെ? പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം എന്താണ് ആ ദിവസമാണ്, അതുകൊണ്ടാണ് നമ്മൾ ആചരിക്കുന്നത് അല്ലെ? പിന്നെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? പ്രീആമ്പിൾ ഉണ്ടാവും, പിന്നെ 395 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂൾസ് ഉണ്ട്, 22 പാർട്സ് ഉണ്ട്, 98 അമെൻമെന്റ്സ് ഉണ്ട് ആക്ച്വൽ മെയ് 2013. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ? പിന്നെ എന്താണ് ഈ അതായത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരണത്തിനായിട്ട് 2 ഇയേഴ്സും 11 മന്തും 17 ഡേയ്സും ആണ് അല്ലെ? 2 ഇയേഴ്സും 11 മന്തും 17 ഡേയ്സും ആണ് എന്ത് ഇന്ത്യയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന് രൂപീകരണത്തിനായി വേണ്ടി വന്നത്. ഓക്കെ, എല്ലാവരുടെ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് എന്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് അല്ലെ? ദെൻ നോക്കുക, അടുത്തത് നമ്മൾ ഫ്രെയിമിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണം അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണം, അതാണ് ഇവിടെ പറയുന്നത്. ദ ഫ്രെയിമിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ചുകൊണ്ടാണ് എന്ത് ഇന്ത്യയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. The first meeting of the assembly was on 9th December 1946. ഫസ്റ്റ് മീറ്റിംഗ് അസംബ്ലിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടന്നിരിക്കുന്നത് 9 ഡിസംബർ 1946-ലാണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇറ്റ്സ് ആക്ടിംഗ് ചെയർമാൻ. താൽക്കാലിക ചെയർമാൻ ആയത് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്ടഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. പിന്നെയാണ് ഇലക്ട് ചെയ്തതിനു ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയത് തെരഞ്ഞെടുപ്പിലൂടെ. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബിഗാൻ ഫംഗ്ഷനിങ് ബൈ ഫോമിംഗ് വേരിയസ് കമ്മിറ്റീസ്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തുടങ്ങിയത് എങ്ങനെയാണ്? നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിന്റെ പ്രവർത്തനം തുടങ്ങിയത്. The Constitution Drafting Committee was one among them. എന്താണ് ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഈ Constitution Drafting Committee. It was responsible for preparing draft constitution. എന്താണ് ഇത്തരം കമ്മിറ്റി ഒന്നാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു അല്ലെ? പിന്നെന്താണ് ഈ ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് എന്താണ് ഇതിന് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഡോക്ടർ BR അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു അല്ലെ? ഹി ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ആർക്കിടെക്ട് പറഞ്ഞാൽ ശില്പി അല്ലെ? അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ കേട്ടോ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർക്കിടെക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, അത് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. Okay, the committee headed by Dr. Ambedkar prepared a draft constitution. It was done on the report submitted by different committees. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Draft of the committee headed by Dr. BR Ambedkar prepared a draft of the constitution. It was done based on the report submitted by different committees. അല്ലെ? എന്താണ് വിവിധ, അതായത് ഈ അസംബ്ലി, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് എന്താക്കി കമ്മിറ്റി തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം എന്താണ് after detailed discussion and debates, the Constituent Assembly approved the Constitution on 26 November 1949. എന്താണ് വിശദമായ ഡിസ്കഷനും ഡിബേറ്റിനും ശേഷം, ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സഭ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി 1949 നവംബർ 26-ന് എന്താക്കി കോൺസ്റ്റിറ്റ്യൂഷന് അംഗീകാരം നൽകി. The day is observed as the Constitution Day. ഈ ദിനമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്താണ് ഈ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാൽ the Indian Constitution officially came into force on 26 January 1950. എന്നാൽ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. India became a sovereign democratic republic from
that day എന്താണ് അന്ന് മുതലാണ് ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയി മാറിയത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയി മാറിയത് അന്ന് മുതലാണ് ഓക്കെ then mention the stages in the formation of the Indian constitution ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷൻ ചെയ്തത് രൂപപ്പെട്ടത് ഓക്കെ അതൊന്ന് മനസ്സിലാക്കുക then അടുത്തത് ജവഹർലാൽ നെഹ്റു സയൻസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ ഒപ്പുവെക്കുകയാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെക്കുകയാണ് then the preamble of the constitution എന്താണ് ഭരണഘടനയുടെ preamble എന്താണ് ആമുഖം okay now let us examine the preamble of the constitution ഇനി നമുക്ക് എന്താ ഭരണഘടനയുടെ ഒരു preamble ആമുഖം ഒന്ന് പരിശോധിക്കാം എന്താണ് the constitution of India preamble എന്താണ് ഭാരതത്തിന്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം okay we the people of India having solemnly resolved to constitute India into a sovereign socialist secular democratic republic and to secure to all its citizens എന്താണ് ഇവിടെ പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു എന്താണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ എല്ലാ സിറ്റിസൺസിനും എല്ലാ പൗരന്മാർക്കും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും to all citizens justice social economic and political എന്താണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും ലിബർട്ടി ഓഫ് തോട്ട്സ് എക്സ്പ്രഷൻസ് ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്താണ് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് among them all എന്താണ് പദവിയും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും fraternity assuring the dignity of the individual and the unity and integrity of the nation in our Constituent Assembly this 26th day of December 1949 do hereby adopt, enact and give to ourselves this Constitution. എന്താണ് അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു അതാണ് എന്ത് നമ്മളെ ആമുഖം ഫസ്റ്റ് വരുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് എന്താണ് ഇവിടെ നോക്കി യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്ന് പറയുന്നതിൽ എന്താ 2 പോയിന്റ് വരുന്നുണ്ട് അല്ലേ അതിൽ ഒന്നാമത്തെ എന്താ സബ്സ്ക്രൈബ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻഡ്മെന്റ് ആക്ട് 1976 സെക്ഷൻ 2 ഫോർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് WEF 31 1977 ഒന്നത് അല്ലേ എന്താണ് 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എത്തുന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം വന്നു പിന്നെന്താണ് സബ്സ്ക്രൈബ് കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻഡ്മെന്റ് ആക്ട് 1976 സെക്ഷൻ 2 ഫോർ യൂണിറ്റി ഓഫ് ദ നേഷൻ WEF 31 1977 എന്താണ് മേൽ പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം ചേർത്തത് 3/1/1977 മുതൽ പ്രാബല്യം വന്നു ഇതാണ് എന്ത് പ്രിയാമ്പിൾ ആയിട്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് വരുന്നത് കേട്ടോ ഇനി നോക്കൂ ദ പ്രിയാമ്പിൾ റിഫ്ലക്ട് ദ ബേസിക് ഐഡിയൽസ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ Jawaharlal Nehru was the first Prime Minister of India prepared the preamble in his poetic style. It is described as the essence and key of the Constitution. The preamble clearly states and proclaims the objectives and goals of the Constitution. എന്താണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് അതിന്റെ ആമുഖം അല്ലേ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന എന്താണ് ബേസിക് ഐഡിയൽസും വാല്യൂസും അല്ലെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നതാണ് എന്ത് അതിന്റെ പ്രീആമ്പിൾ റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ പിന്നെന്താണ് ഭരണഘടനയുടെ ആമുഖം ഈ പോയറ്റിക് സ്റ്റൈലിൽ എന്താ കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ പ്രൈം മിനിസ്റ്റർ ആണ് എന്ത് ജവഹർലാൽ നെഹ്റു ആണ് എന്ത് പോയറ്റിക് സ്റ്റൈലിൽ ഇതിന്റെ പ്രിയാമ്പിൾ എഴുതിയത് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും
ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയുന്നത്. എന്താണ് എസൻസ്, എന്താണ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ എസൻസ് ആൻഡ് കീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, ആമുഖം എന്ന് പറയുന്നത്. The preamble clearly states and proclaims the objectives and goals of the constitution. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും ഈ പ്രിയാമ്പിളിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. Look at the diagram showing the basic goals mentioned in the preamble. നോക്കൂ, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്ന ഈ ഡയഗ്രാം നോക്കണ്ടോ? ഡയഗ്രാം എന്താണ്? പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗോളിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ലക്ഷ്യങ്ങൾ, ഗോൾസ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താണ്? പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ആൻഡ് ഗോൾസ്, അതിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് വരുന്നത്? സോവറിനിറ്റി അല്ലെ, എന്താണ് സോവറിനിറ്റി? ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻസ് ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാറ്റേഴ്സ്. എന്താ? പരമാധികാരം അല്ലെ, ബാഹ്യവും ഇന്റേണലും എന്താണ് എക്സ്റ്റേണലും ആയിട്ടുള്ള അല്ലെ, ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിനുള്ള രാഷ്ട്രത്തിനുള്ള അധികാരം. പിന്നെന്താണ്? സോഷ്യലിസം. സോഷ്യൽ ജസ്റ്റിസ് ഇസ് എൻഷ്യൂർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി. എന്താണ്? സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. എന്താണ്? സമൂഹത്തിലെ സോഷ്യൽ ആയും എക്കണോമിക് ആയും പൊളിറ്റിക്കൽ ഇൻഇക്വാലിറ്റീസ് ഇൻ സൊസൈറ്റി. എന്താണ്? സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ, ഇൻഇക്വാലിറ്റീസുകൾ കുറച്ച് സാമൂഹ്യ നീതി എന്താക്കുന്നു? ഉറപ്പാക്കുന്നു. പിന്നെ ഡെമോക്രസി. എന്താണ് ഡെമോക്രസി? The government is run by the representatives elected by the people. എന്താണ് ജനാധിപത്യം? ഡെമോക്രസി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. ഈ സെക്യുലറിസം എന്താണ്? The citizens right to profess and propagate the religion of their preference. The state does not favor any religion. The state has no official religion. എന്താണ്? മതേതരത്വം അല്ലെ, സെക്യുലറിസം മതേതരത്വമാണ് അല്ലെ. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഇതാണ് സെക്യുലറിസം. എന്താണ് ഇവിടെ പറയുന്നത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഓക്കെ, ഇതാണ് സെക്യുലറിസം. ഇനി റിപ്പബ്ലിക് എന്താ? ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഡിസൈഡഡ് ത്രൂ ഇലക്ഷൻ. എന്താണ്? രാഷ്ട്രതലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു റിപ്പബ്ലിക് അല്ലെ. എന്താണ്? രാഷ്ട്രതലവനെ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ, എന്താണ് സ്റ്റേറ്റിന്റെ ഹെഡിനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ഷനിലൂടെയാണ് അല്ലെ, തെരഞ്ഞെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത്. Then you are now familiar with the basic goals of the constitution from the preamble. Discuss them in details in the class. The goals of justice, freedom, equality and fraternity that are to be ensured by the state for the citizens are also included in the preamble. എന്താണ്? പ്രീആംബിളിൽ നിന്ന്, ആമുഖത്തിൽ നിന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ. ഇവ വിശദമായി ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഈ പ്രീആംബിളിൽ എന്തൊക്കെയാണ്? നീതി, ജസ്റ്റിസ്, ഫ്രീഡം, സ്വാതന്ത്ര്യം, സമത്വം, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റീസ്, സാഹോദര്യം തുടങ്ങിയ പൗരന്മാർക്കെല്ലാം രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങളും എന്താണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. The preamble of the constitution includes certain ideas that were put forward by our leaders during the freedom struggle. Identify them. എന്താണ്? ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കൾ ഉന്നയിച്ച എന്തെല്ലാം ആശയങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രീആംബിളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ടീച്ചർ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക? നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇത് കുറച്ച് ഭാഗമായിട്ടാണ് ടീച്ചർ എടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് മനസ്സിൽ വെച്ചാലേ നമുക്കിത് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ടീച്ചർ അടുത്ത ഭാഗം എന്താക്കുക? ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.